മുല്ലപ്പൂ പോലത്തെ ഇഡ്ഡലിക്കും നല്ല സോഫ്റ്റ് ദോശയ്ക്കുമുള്ള മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഉഴുന്ന് കഴുകിയെടുക്കാം. ഇവിടെ ഞാൻ ഹോൾ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്, സ്പ്ലിറ്റ് അല്ല. അതിനോടൊപ്പം ഒരു ഹാഫ് ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുകയാണ്. ഇനി അത് ഒരു 3 പ്രാവശ്യമെങ്കിലും വെള്ളം മാറ്റി നല്ലതുപോലെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്ത് വെക്കണം. ഉഴുന്നും അരിയും ഉഴുന്ന് സോക്ക് ചെയ്യുന്ന വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഉഴുന്നും അരിയും അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളത്തിലാണ് ഈ ഉഴുന്ന് സോക്ക് ചെയ്യാൻ വെക്കേണ്ടത്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും ഉഴുന്നും അരിയും സോക്ക് ചെയ്ത് വെക്കണം. ഇതൊക്കെ ആവശ്യത്തിന് കുതിർന്ന് കിട്ടിയില്ലെങ്കിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. ഇത് ഇഡ്ഡലി റൈസാണ്. 2 കപ്പ് ഇഡ്ഡലി റൈസാണ് ഞാനിവിടെ എടുക്കുന്നത്. പച്ചരിയും പുഴുക്കലരിയും എടുക്കുന്നതിന് പകരം ഈ ഒരു ഇഡ്ഡലി റൈസ് മാത്രം എടുത്താൽ മതിയാകും. ഇതും ഒരു 3 പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി കഴുകിയെടുക്കണം. ഉപ്പ് ചേർത്ത് കഴുകിയൊന്നും വേണ്ട, വെറുതെ കഴുകിയാൽ മതിയാകും. അതിനുശേഷം വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കണം. അരിയും ഒരു 5 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം. മിക്സി ഓവർ ഹീറ്റ് ആയാൽ അതിലിരിക്കുന്ന മാവ് വേകും. അതുകൊണ്ട് നല്ലതുപോലെ കുതിർന്ന് കിട്ടണം. ഉഴുന്നും അരിയും അരയ്ക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും വെള്ള അവൽ ഒന്ന് കുതിർത്ത് വെക്കണം. ചോറിന് പകരമാണ് ഞാനിവിടെ അവൽ ചേർക്കുന്നത്. ചോറ് ചേർക്കുന്ന റെസിപ്പി വേറെ കാണിച്ചു തരാം. അവലും കുതിർത്തെടുത്താൽ മാത്രമേ പെട്ടെന്ന് അരച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഉഴുന്ന് ആദ്യം അരച്ചെടുക്കുന്നത്. ഉഴുന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്ന വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവല് കൂടി ഇതിനോടൊപ്പം ചേർക്കാം. അതിനുശേഷം ഇതിൻ്റെ ലെവലിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം ഒരു 3-4 പ്രാവശ്യം മിക്സിയുടെ സ്പീഡ് 1-ലായിരിക്കണം അരയ്ക്കേണ്ടത്. സ്പീഡ് 1-ൽ അരയ്ക്കുമ്പോൾ ജാർ ഓവർ ഹീറ്റ് ആവുകയില്ല. ഇടയ്ക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളം ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ സ്പൂണിലായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കൺസിസ്റ്റൻസി മാറിപ്പോവും. സ്പീഡ് 1-ൽ അത് ഓൾമോസ്റ്റ് അരച്ചെടുത്തതിന് ശേഷമേ സ്പീഡ് 2-ലേക്ക് മാറാൻ പാടുള്ളൂ. ഉഴുന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. ഒരു വലിയ പാത്രത്തിലേക്കാണ് ഒഴിച്ചു വെക്കുന്നത്. അരിയും അരച്ചൊഴിക്കാനുണ്ട്. മാത്രമല്ല ഇത് ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ റൈസ് ആവും. അപ്പോൾ അത് സ്പില്ലായി പോകാതിരിക്കാൻ വേണ്ടിയാണ് വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുന്നത്. അടുത്തത് അരി അരച്ചെടുക്കാം. അരിയുടെ ലെവലിൽ വെള്ളം ഒഴിച്ചാൽ ആദ്യം അരച്ചെടുക്കേണ്ടത്. സ്പീഡ് 1-ലാണ് ആദ്യം അരച്ചെടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ജാർ ഓപ്പൺ ചെയ്ത് വെള്ളം ആവശ്യമെന്ന് തോന്നിയാൽ സ്പൂണിൽ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കണം. അരിയും പഴയതുപോലെ തന്നെ ഒരുവിധം അരഞ്ഞു കിട്ടുന്നത് വരെ സ്പീഡ് 1-ലാണ് അരച്ചെടുക്കേണ്ടത്. ഒരുവിധം അരച്ചെടുത്തതിന് ശേഷം മാത്രം സ്പീഡ് 2-ൽ അരച്ചെടുക്കണം. സ്പീഡ് 2-ൽ ഇടുവാണെങ്കിൽ മിക്സി എന്തായാലും ഹീറ്റാകും. അതുകൊണ്ട് ഒറ്റയടിക്ക് അരച്ചെടുക്കാൻ നോക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നിർത്തി ജാർ ഓപ്പൺ ചെയ്ത് വെക്കണം. പിന്നീട് കംപ്ലീറ്റായി ഓപ്പൺ ചെയ്ത് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുകയും വേണം. നല്ലതുപോലെ അരച്ചെടുത്തു. സ്പീഡ് 2-ലിട്ട് അരച്ചപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് വേറൊരു പാത്രത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും ശ്രദ്ധിക്കണം. ജാറിൽ ബാക്കിയുള്ള മാവ് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അവിടെ ഇരുന്ന് അത് തണുക്കട്ടെ. അരി അരച്ചത് തണുത്തു കഴിഞ്ഞു. ഞാനത് ഉഴുന്നിലേക്ക് ചേർക്കുകയാണ്. ഇതിലേക്ക് ഉപ്പ് ഇപ്പോൾ തന്നെ ചേർക്കാവുന്നതാണ്. സ്പൂൺ കൊണ്ട് മാത്രം മിക്സ് ചെയ്താൽ പോരാ കേട്ടോ, കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പ് ഇപ്പോൾ തന്നെ ചേർക്കുകയാണ്. മാവ് നല്ലതുപോലെ ഫെർമെൻറ്റ് ചെയ്ത് വരണമെങ്കിൽ കൈയുടെ ടെമ്പറേച്ചർ ആവശ്യമാണ്. അതിനാണ് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യണം എന്ന് പറയുന്നത്. എയർ സർക്കുലേഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ചെറുതായി ഓപ്പൺ ചെയ്തിരിക്കുന്ന രീതിയിൽ അടച്ചു വെക്കണം,
അല്ലെങ്കിൽ ഇതേമാതിരി ചെറിയ ഹോൾസ് ഉള്ള ഒരു അടപ്പ് കൊണ്ട് അടയ്ക്കണം. ഒരു നെറ്റ് കൂടി വെച്ചിട്ടുണ്ട്. മിനിമം 8 മണിക്കൂറാണിത് ഫെർമെൻറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ഞാനിത് സന്ധ്യയായപ്പോഴാണ് അരച്ചു വെച്ചത്. പിറ്റേന്ന് രാവിലെ ഒരു 6 മണിയായപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു. നല്ല ഫ്ലഫിയായി മാവ് കിട്ടിയിട്ടുണ്ട്. മാവിൻ്റെ സോഫ്റ്റ്നെസ് അത് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും. മാവൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പൊടി ഉപ്പ് ചേർക്കണം. ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിയും ഉഴുന്നുമൊക്കെ ഒന്നുകൂടി ഒന്ന് കൂടിച്ചേർന്നോട്ടെ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ഇഡ്ഡലി, ഊത്തപ്പം, സെറ്റ് ദോശ ഇതിനൊക്കെ ഈ കൺസിസ്റ്റൻസിയിലാണ് മാവിരിക്കേണ്ടത്. സാധാരണ ദോശയാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിക്കണം. ആവശ്യം കഴിഞ്ഞുള്ള മാവ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ ഇതിൽ നിന്നും കുറച്ച് മാവെടുത്ത് പുറത്ത് വയ്ക്കണം. അങ്ങനെ മുല്ലപ്പൂ പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്തു. ഇനി ദോശ ഉണ്ടാക്കാം. നല്ല ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാനുള്ള ടിപ്സാണ് ഞാനീ പറഞ്ഞു തരുന്നത് കേട്ടോ. സാധാരണ ദോശ ഉണ്ടാക്കാനാണെങ്കിൽ ഇതേമാതിരി ഒരു ബോളിലേക്ക് കുറച്ച് മാവെടുത്ത് മാറ്റി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ദോശ ഉണ്ടാക്കി എടുക്കണം. പഞ്ചസാര ഇടാതെ തന്നെ റെഡ് ടിൻറ്റുള്ള ദോശ ഉണ്ടാക്കിയെടുത്തത് കണ്ടോ? ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ താങ്ക് യു.